സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8, 14, 15 തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. യേശു അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 14, 15 തിരുവചനങ്ങളിൽ യേശു അഥവാ ദൈവപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യ അവതാരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത ഒരു ദൈവപ്രവൃത്തിയാണ് ഇവിടെ നാം കാണുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരായി തൻ്റെ ശുശ്രൂഷകൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ. അവരിൽ പ്രമുഖനായ പത്രോസ്. ആ പത്രോസിൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അവർ മരിച്ചു പോകും വിധം വളരെ ഗുരുതരാവസ്ഥയിലാണ്. ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ചികിത്സകളെല്ലാം ചെയ്തിട്ടും യാതൊരു ഫലവുമില്ലാതെ ഒടുവിൽ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ അവർ മരണാസന്ന സ്ഥിതിയിലായിരിക്കുമ്പോൾ ഇതാ യേശു ആ പത്രോസിൻ്റെ അമ്മാവിയമ്മയെക്കുറിച്ച് അറിയുകയും അവരുടെ ഭവനത്തിൽ പോവുകയും അവരെ സ്പർശിക്കുകയും ചെയ്യുകയാണ്. ആ മാത്രയിൽ തന്നെ ആ പനി അവരെ വിട്ടുമാറുകയാണ്. മാത്രമല്ല, അവർ എഴുന്നേറ്റ് അവിടെ ആയിരുന്ന കർത്താവിനും തൻ്റെ ശിഷ്യന്മാർക്കും ശുശ്രൂഷ ചെയ്തു എന്നുകൂടി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് ഒരു ദൈവപ്രവൃത്തിയാണ്. വളരെ ബലഹീനയായ, മരണത്തോട് മല്ലടിക്കുന്ന, പനി പിടിച്ച് കിടുകിടാ വിറച്ചുകൊണ്ട് എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട ഒരു സ്ത്രീ. അവർക്ക് അത്ഭുതകരമാവണ്ണം സൗഖ്യം ലഭിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ സൗഖ്യം പ്രാപിച്ചത്? ദൈവത്തിൻ്റെ കരസ്പർശനത്താൽ. ദൈവത്തിൻ്റെ കരത്തിൽ ഉള്ള വലിയ നന്മകളിലൊന്നാണ് രോഗശാന്തി. ദൈവം രോഗികളെ തൊട്ടാൽ അവർക്ക് സൗഖ്യം വരും. ദൈവത്തിൻ്റെ സ്പർശനം രോഗികൾക്ക് സൗഖ്യം നൽകുന്നതാണ്, ജീവൻ നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിന് നൽകുന്നതാണ്, അഭിഷേകം നൽകുന്നതാണ്, മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മെ ബലപ്പെടുത്തുന്നതാണ്, ശക്തീകരിക്കുന്നതാണ്. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ കരസ്പർശനത്തിനായി വാഞ്ചിക്കുവാനിടയാകും. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ കരസ്പർശനത്തിനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഒരു പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥന, ആ വാഞ്ച ദൈവത്തിൻ്റെ
കരസ്പർശനത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കും. ദൈവം തൊട്ടാൽ നമുക്ക് സൗഖ്യം ലഭിക്കും. ദൈവം തൊട്ടാൽ ആശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കും, വിടുതലുകൾ ലഭിക്കും, ശത്രുകരങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മുടെ മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കരത്താൽ മാറ്റപ്പെടുവാനിടയാകും. നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരസ്പർശനത്തിനായി സമർപ്പിക്കാം. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം.